അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ 3 തവണയും വൈകുന്നേരം 3 തവണയും ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയാണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ 3 അടിസ്ഥാനങ്ങൾ, അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടുന്ന, ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണേണ്ടുന്ന, ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടുന്ന, ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അവൻ്റെ ഇഹലോകത്തിലും ഖബർ ജീവിതത്തിലും പരലോകത്തിലും അങ്ങേയറ്റം നഷ്ടവും നാശവും പരാജയവും അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഖബറിലെത്തിക്കഴിഞ്ഞാൽ 2 മലക്കുകൾ വന്ന് ഫയുജിലിസാനിഹി, അയാളെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് അവനോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഈ 3 കാര്യങ്ങളാണ്. ആരാണ് നിൻ്റെ റബ്ബ് എന്ന് ചോദിക്കപ്പെടും. അതേപോലെ തന്നെ നിൻ്റെ ദീനേതാണ് എന്ന് ചോദിക്കപ്പെടും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ച് ആരാണിത് എന്ന് ചോദിക്കപ്പെടും. ഇങ്ങനെ 3 പ്രസക്തമായ ചോദ്യങ്ങൾ. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് അതിലേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അള്ളാഹുവിനെ, ദീനുൽ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഇടത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു തൃപ്തിയിലേക്ക്, ഈ ഒരു മഹബ്ബത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന പ്രാർത്ഥനാവാചകമാണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന വാചകം. ഓരോ പ്രഭാതത്തിലും സുബ്ഹിക്ക് ശേഷം നമ്മളത് പറയുകയാണ്, ആവർത്തിച്ചു പറയുകയാണ്. 3 തവണ നമ്മൾ പറയുകയാണ്. ഓരോ വൈകുന്നേരങ്ങളിലും നമ്മൾ ആവർത്തിച്ചു പറയുന്നു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. എന്താണ് അതിൻ്റെ അർത്ഥം? റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബില്ലാ, അള്ളാഹിനെ കൊണ്ട് എനിക്ക് തൃപ്തിയാണ്. റബ്ബൻ, എന്തായിട്ട്? അള്ളാഹുവിനെ എൻ്റെ റബ്ബായി, എൻ്റെ രക്ഷിതാവായി, എന്നെ പരിപാലിക്കുന്നവനായി, ആ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, എനിക്കവനെ തൃപ്തിയാണ്. അവൻ്റെ ഏതേത് നിയമങ്ങളാകട്ടെ, അവൻ്റെ ഏതേത് തീരുമാനങ്ങളാകട്ടെ, ആ തീരുമാനങ്ങളിലും അവൻ്റെ ഓരോ എന്നിലുള്ള അവൻ്റെ ഓരോ നടപ്പിലാക്കുന്ന ഏത് കാര്യങ്ങളാകട്ടെ അതിലെനിക്കിഷ്ടമാണ്, ഞാനത് തൃപ്തിപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത പ്രഖ്യാപനമാണിത്. രണ്ടാമത്തത് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലേ, നമ്മൾ ജീവിക്കുന്ന പുതിയ കാലഘട്ടം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് എല്ലാ കാലത്തിലേക്കുമുള്ളതാണോ? പുതിയ കാലത്തൊക്കെ പലപ്പോഴും ഇസ്ലാമിൻ്റെ പല നിയമങ്ങളും യോജിക്കുന്നില്ല, ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതിൽ ലജ്ജിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ അത്തരം ചിന്തകൾ കടന്നു വരാറുണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയെ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ടാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ചൊല്ലണമെന്ന് പറയുന്നത്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിൽ ഒരു കുറവുമില്ല, ഇസ്ലാമിൽ ഒരു ന്യൂനതയുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണതയുടെ മതമാണ്. മനുഷ്യൻ്റെ പ്രകൃതിക്ക് 100% യോജിക്കുന്ന മതമാണ്. അതാ നമ്മൾ പറയുന്നത്. എനിക്കിഷ്ടമാണ് ഇസ്ലാമിനെ, എനിക്കിഷ്ടമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ, എനിക്കിഷ്ടമാണ് ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളെ, എനിക്കിഷ്ടമാണ് ഇസ്ലാം പഠിപ്പിച്ച ഓരോ നന്മയെയും. ഇസ്ലാം നിരോധിച്ച തിന്മയെ ഞാൻ പാടെ നിരോധിക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇതാണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വശം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായി നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തത് ദീനുൽ ഇസ്ലാമിനെ, ഇസ്ലാം എന്ന മതത്തെ, അതിനെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തത് വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ ദൂതനായി, പ്രവാചകനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ വില കൊടുക്കുന്നു. അവിടുത്തെ എനിക്കിഷ്ടമാണ്, അവിടുത്തെ എനിക്ക് തൃപ്തിയാണ്. അതാണ് മൂന്നാമത്തെ പ്രഖ്യാപനം. ആ പ്രവാചകനെ ആക്ഷേപിക്കുമ്പോൾ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്ത് വിമർശിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കണം. ആ പ്രവാചകന് വേണ്ടി സംസാരിക്കുന്നവരായി നമ്മൾ മാറണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മോശമായി പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ അതിൻ്റെ വസ്തുതകൾ വിശദീകരിച്ചു കൊടുക്കാനുള്ള ഒരു സ്നേഹം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുണ്ടാകണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച തിന്മകളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ച ആളുകളാകണം. അങ്ങനെ പ്രവാചകനെ പൂർണ്ണമായും തൃപ്തിപ്പെടുന്ന ഒരു ദറജയിലേക്ക്, ഒരു സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനമാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഈമാനിൻ്റെ അടിസ്ഥാനമാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ വിജയത്തിൻ്റെ, ഇഹപര വിജയത്തിൻ്റെ, ഇഹപര സൗഭാഗ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ഏതുവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഖ തുഅമൽ ഈമാൻ, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിൻ്റെ രുചി അനുഭവിച്ചിരിക്കുന്നു, ഈമാനിൻ്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായി ആര് തൃപ്തിപ്പെടുന്നുവോ അവന് ഈമാനിൻ്റെ രുചി ലഭിക്കാൻ സാധിക്കും. ആരാണോ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നത് അവന് ഈമാനിൻ്റെ രുചി ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ആരാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി, അള്ളാഹുവിൻ്റെ പ്രവാചകനായി തൃപ്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് അവർക്കാണ് ഈമാൻ ആസ്വദിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ സ്നേഹിച്ചു തുടങ്ങാൻ, നമ്മുടെ റബ്ബിനെ നമുക്ക് വേണ്ട എല്ലാ നിഅമത്തും നൽകിയ, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, കോടാനുകോടി നിഅമത്ത് ഒരുക്കി വെച്ച് ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചയച്ച ആ റബ്ബിനെ തൃപ്തിപ്പെടാൻ, ആ റബ്ബിനെ സ്നേഹിക്കാൻ, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ഇഷ്ടപ്പെടാൻ, ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ, ഇസ്ലാമിൻ്റെ മഹാസിനുകൾ, ഇസ്ലാമിൻ്റെ നന്മകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ, ആ നന്മകളെ, മര്യാദകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മറ്റുള്ളവർക്ക് അതിൻ്റെ നന്മ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെടാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ഒരു നന്മയെ ജീവിതത്തിൽ സ്വീകരിക്കാൻ, പ്രവാചകൻ്റെ സുന്നത്തിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത്, അങ്ങേയറ്റത്തെ സ്നേഹം അത് ജീവിതത്തിൽ സ്വീകരിക്കുന്നവരാകാൻ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ് ഈമാനിനെ നമുക്ക് രുചിക്കാൻ കഴിയുന്നത്, ഈമാനിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഈമാൻ എന്താണ് എന്ന അങ്ങേയറ്റത്തെ അതിൻ്റെ ആ ഒരു മാധുര്യം അത് അനുഭവിക്കാൻ അപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ദിക്ർ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും നമ്മൾ ആവർത്തിച്ച് 3 തവണ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലുക, റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമാണ്.
റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, പൂർണ്ണമായ തൃപ്തി എനിക്കുണ്ട്. ബില്ലാഹി റബ്ബ, ബില്ലാഹി റബ്ബ, അള്ളാൻ എനിക്ക് റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ഞാൻ ദീനായിട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നബിയാൻ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.